വെസ്റ്റ് ഹിൽ അനാഥമന്ദിര സമാജത്തിന്റെ സെക്രട്ടറിയാണ് ഞാൻ. 1937 അനാഥമന്ദിര സമാജം യശശരീരനായ ശ്രീ KN കുറുപ്പ് സ്ഥാപിച്ചത്. 37 മുതൽ 1955 ജീവിച്ചിരിക്കുന്നതുവരെ അദ്ദേഹം തൻ്റെ ആയുസ്സും വപസ്സും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി സമർപ്പിച്ച മനുഷ്യസ്നേഹിയാണ്. 1937 മുതൽ 85 വരെ പ്രമുഖ കോൺഗ്രസ് നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയും MLA-യുമായിരുന്ന ശ്രീ AV കുട്ടിമാളുവമ്മയായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ്. ശ്രീ KN കുറുപ്പും കുട്ടിമാളുവമ്മയും മഹാത്മാഗാന്ധിയുടെയും ശ്രീനാരായണ ഗുരുദേവന്റെയും ആശയം മുൻനിർത്തി സാമൂഹ്യ സേവനം എന്ന ലക്ഷ്യത്തോടുകൂടി സ്ഥാപിച്ച മഹത്തായ ഈ പ്രസ്ഥാനത്തിന്റെ നിർവാഹക സമിതി അംഗമായി 2012 ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. 2022 സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം നിശ്ചലാവസ്ഥയിലായിരുന്ന അനാഥമന്ദിര സമാജം പൂർവാധികം ശക്തമായ രീതിയിൽ സജീവമായി സക്രിയമായി സാമൂഹ്യ സേവന രംഗത്ത് തിളങ്ങി നിൽക്കുകയാണ്. വെസ്റ്റ് ഹിൽ അനാഥമന്ദിര സമാജത്തിന് വെസ്റ്റ് ഹില്ലിൽ ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ അംഗീകാരമുള്ള ഓൾഡ് ഏജ് ഹോമും രമണീബായി സ്നേഹതീരം എന്ന പേരിൽ പെയ്ഡ് ഹോമും ചേവായൂരിൽ ഡിസേബിൾഡ് ഹോമാണ് ഉള്ളത്. ചേവായൂരിൽ തന്നെ മതമൈത്രിയുടെ സന്ദേശം ഉയർത്തിക്കൊണ്ടൊരു അയ്യപ്പ ക്ഷേത്രവും ഒരു മുസ്ലിം പള്ളിയും താമസക്കാർക്ക് വേണ്ടി ആരാധന നടത്താൻ വേണ്ടി പണ്ട് കാലം മുതലേ സ്ഥാപിച്ചത് ഇപ്പോഴും നല്ല രീതിയിൽ പരിപാലിച്ചു വരുന്നു. കുഷ്ഠരോഗം ബാധിച്ച് വീടുകളിൽ നിന്ന് നിഷ്കാസനം ചെയ്ത ആളുകളെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയാണ് ചേവായൂർ ലെപ്രസി ഹോസ്പിറ്റലിന് സമീപം അനാഥമന്ദിരത്തിന്റെ DD ഹോം സ്ഥാപിക്കപ്പെട്ടത്. DD ഹോമിൽ പുതിയ കമ്മിറ്റി വന്നതിന് ശേഷം ഏകദേശം 4.5 ലക്ഷത്തോളം രൂപ ചെലവാക്കി പുതിയ അടുക്കളയും താമസക്കാർക്ക് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങളും വളരെ നല്ല രീതിയിൽ നടത്തുവാൻ വേണ്ടി കമ്മിറ്റിക്ക് സാധിക്കുകയാണ്. ഞാൻ 30 കൊല്ലമായി. എല്ലാ സൗകര്യവും വാഹനങ്ങളൊക്കെ കടയിൽ പോകണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ പരിചയക്കാരെ വിളിച്ചാൽ ഇവിടെ കൊണ്ടുവരും. അതിന് കുറഞ്ഞ പൈസ എല്ലാവരും 50 ഉറുപ്പ്യ ആണെങ്കിൽ ഒരു 25 ഉറുപ്പ്യ കൊടുത്താലും ഒരു നമ്മളെ കൊണ്ടാക്കി തരും. അങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ട്. അല്ലാതെ എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ ഇവിടെ ഉണ്ട്. നമ്മള് TV ഒക്കെ കണ്ട് സീരിയലൊക്കെ കണ്ട് അങ്ങനെ സുഖമായിട്ടിരിക്കും. കേബിളൊക്കെ അടച്ചു. ഇവിടെ കുറച്ചു കാലമായില്ല. എത്ര കാലമായി ഇവിടെ? 50 കൊല്ലായി. അപ്പൊ ആ 50 കൊല്ലത്തില് ഇവിടുത്തെ സൗകര്യങ്ങള് ആ ഇവിടെ ഓരോ കൊല്ലവും സൗകര്യം കൂടി വരുന്നുണ്ടോ? എന്തൊക്കെയാ മാറ്റായിട്ട് തോന്നുന്നത്? എന്തൊക്കെയാ ആദ്യത്തിലും എത്രയോ മാറ്റം. അതിനനുസരിച്ച് നല്ല റോഡും നല്ല സൗകര്യങ്ങളും റൂമൊക്കെ ഒക്കെ വൃത്തിയാക്കി എല്ലാം. എൻ്റെ പേര് ശങ്കർ മേനോൻ എന്നാണ്. ഞാൻ കുട്ടിമാളുടെ പേരക്കുട്ടിയാണ്. കഴിഞ്ഞൊരു 4 കൊല്ലമായിട്ട് ഈ അനാഥമന്ദിരമായിട്ട് ഞാനൊരു വളരെ ക്ലോസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. ഫ്രം ദ ടൈം ഐ ഗോട്ട് സീരിയസ്ലി അസോസിയേറ്റഡ് ടിൽ ടുഡേ നല്ല മാറ്റങ്ങൾ കാണുന്നുണ്ട്. ഇവരുടെ കഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഇപ്പോഴത്തെ കമ്മിറ്റി സീരിയസ് ആയിട്ട് ഇൻട്രസ്റ്റ് എടുത്തിട്ട് സീരിയസ് ആയിട്ട് ഇതൊക്കെ ഒന്ന് സോൾവ് ചെയ്യണമെന്ന് അവർക്ക് ശ്രമിക്കാനുള്ളൊരു പേഴ്സണലൈസ്ഡ് ഇൻട്രസ്റ്റ് ആയിട്ട് അവർ എടുക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടിയും സീരിയസ് ആയിട്ട് ഇൻവോൾവ് ആണെന്ന് എനിക്ക് ഒരു ഇൻറ്റൻഷൻ വന്നിട്ട് ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. എനിക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഐ ട്രൈ ആൻഡ് ഡു ദ മാക്സിമം പോസിബിൾ. ഇപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് ഈ കമ്മിറ്റീൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് അവർ എപ്പോഴും എടുക്കാറ്. ഒരു വെഹിക്കിൾ വേണമെന്ന് പറഞ്ഞപ്പോൾ അതെങ്ങനെയെങ്കിലും വാങ്ങണമെന്ന് പറഞ്ഞിട്ട് ഒരു വെഹിക്കിൾ ഇപ്പോൾ വാങ്ങാൻ റെഡിയാക്കിയിട്ടുണ്ട്. അവർ ഇമ്പ്രൂവ് ചെയ്യണം. ആൻഡ് അവർ പേഴ്സണലായിട്ട് ഓരോരുത്തരെയും ഓരോ അമ്മമാരെ അച്ഛന്മാരുടെ കൂടെ ഇൻവോൾവ് ചെയ്തിട്ട് അവർക്ക് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടെന്നൊക്കെ അറിഞ്ഞിട്ട് അവർ ദേ ആർ ഡൂയിങ് എ വെരി സിൻസിയർ. അപ്പോൾ ഐ എം വെരി ഹാപ്പി വിത്ത് ദിസ് പ്രസൻറ്റ് കമ്മിറ്റി. ഒക്കെ നല്ല യങ്സ്റ്റേഴ്സ് ഡിഫറെൻറ്റ് ബിസിനസ്സിലൊക്കെ ഉണ്ടെങ്കിലും അവർ സമയം ഇതിന് ഒതുക്കിയിട്ട് ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് അവർ കുറേ എഫേർട്ട് എടുക്കുന്നുണ്ട്. മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ദി കംഫർട്ട്സ് ഓഫ് ദി ഇൻമേറ്റ്സ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതാണ് പ്രയോറിറ്റി അവർക്ക് എപ്പോഴും ഉണ്ട്. ഇപ്പോൾ കുറച്ചുകൂടിയും ഫെസിലിറ്റീസ് അവർക്കിത് താമസിക്കാനുള്ള സ്ഥലങ്ങൾ കുറച്ചുകൂടിയും സ്പേഷ്യസ് ആയിട്ട്, പിന്നെ ഒരു TV വ്യൂവിങ് റൂം വേണം, ഒരു ലൈബ്രറി അവർക്ക് വായിക്കാനുള്ള ലൈബ്രറി ഉണ്ടാകും. അതൊക്കെ അവരുടെ ഐഡിയാസാണ്. പിന്നെ ഇതുവരെ
കുട്ടിമാളമ്മയുടെയും KN കുറുപ്പിൻ്റെയും ഒരു എന്താണ് പറയുക, ഒരു മെമ്മോറിയലാണെന്നോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു അതിന് എന്താ പറയുക, ഒരു സ്മൃതി മണ്ഡപം. അത് ഇത്ര കൊല്ലമായിട്ട് 87 കൊല്ലമായിട്ട് ആർക്കും ആ ഐഡിയ വന്നിട്ടില്ല. പക്ഷേ ഇവർക്ക് അത് വേണമെന്നതായിട്ട് അതും അവിടെ വെസ്റ്റിൽ പോയാൽ അത് കാണാം. അതൊക്കെ ഒരു നല്ലൊരു മോണ്യുമെൻ്റാണ്. പേരെന്താ? ഗോപാലകൃഷ്ണൻ നായർ. ഇവിടെ എത്തി എത്ര കാലമായി ഇവിടെ എത്തിയിട്ട്? 7 കൊല്ലം. അങ്ങനെ പോകുന്നു ഇവിടെ? ഒരു സുഖമാണ്. പുതിയ കമ്മിറ്റി വന്നതിന് ശേഷം പരമസുഖമാണ്. യാതൊന്നും പേടിക്കാനില്ല. സമയത്തിന് ഭക്ഷണം കിട്ടുന്നുണ്ട്, സമയത്തിന് മരുന്ന് കിട്ടുന്നുണ്ട്. എന്തെങ്കിലും അസുഖം വന്നാൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യും, പരിചരിക്കാൻ ഒരാളെ ആക്കും. ഇതിനകത്തുനിന്ന് എങ്ങനെയാ സമയം ചെലവഴിക്കുന്നത്? എങ്ങനെയാ? TV കാണും. അതിനുള്ളൊക്കെ സൗകര്യമുണ്ട്. എങ്ങനെയാ ഇവിടെ എങ്ങനെ പോകുന്നു? ഇവിടെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഭക്ഷണം, മരുന്ന്, എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് വരെ ബുദ്ധിമുട്ടൊന്നുണ്ടായില്ല. ഇവിടെ എന്താ പകൽ സമയമൊക്കെ എന്താ ചെയ്യുക? ഇവിടുന്ന് സമയമൊക്കെ ഞങ്ങൾ വെറുതെ ഇരിക്കും, കിടക്കുന്ന TV വെക്കും. പ്രത്യേകിച്ചൊന്നുമില്ല. സുഖമില്ലാത്തതുകൊണ്ട്. പേരെന്താ? ഇവിടെ എങ്ങനെയുണ്ട്? ഇവിടെ സന്തോഷമാണ്. ഇവിടുന്ന് പരിപാടികളൊക്കെ ഉണ്ടാവുന്നുണ്ടോ? ഇവിടെ TV കാണും, പിന്നെ ഇവിടെ പരിപാടി ഉണ്ടാവും. എല്ലാം കൊണ്ട് സുഖം തന്നെ. പിന്നെ ഇപ്പോഴത്തെ കമ്മിറ്റി ആയതിനെ കൊണ്ട് എല്ലാം കൊണ്ട് സുഖം തന്നെ. പറയുന്നത് എല്ലാം വാങ്ങിച്ചു തരും സാറുമാർ. ഇവിടെ എല്ലാവരുമായിട്ട് പരിചയത്തിലാണോ? ഇവിടെ എല്ലാവരുമായിട്ട് പരിചയത്തിലാണ്. അപ്പോൾ നിങ്ങളെല്ലാം കൂടി എന്താ ചെയ്യുക? പകലൊക്കെ ഇവിടുന്ന് എന്തൊക്കെ ചെയ്യുക? ഇവിടുന്ന് പകലൊക്കെ പിന്നെ പരിപാടിൻ്റെ ആൾക്കാർ വരികയാണെങ്കിൽ പരിപാടിക്ക് നിൽക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടാവും. എല്ലാവരും കൂടെ പിന്നെ TV കാണും. എല്ലാം കൊണ്ടും നല്ല സുഖം തന്നെ. ഇവിടെ നേഴ്സുള്ളത് അത് നല്ല ഒരാളാണ്. നമ്മൾ വിളിക്കുമ്പോൾ പറയുമ്പോൾ വേഗം എത്തുന്നുണ്ട്. നമുക്ക് എല്ലാ സഹായങ്ങളും ആ നേഴ്സിനെ കൊണ്ടുണ്ടാകുന്നുണ്ട്. നല്ല ആളാണ്. ഒരാളിവിടെ ഉള്ളതുകൊണ്ട് ധൈര്യമാണല്ലേ? ധൈര്യം. നേഴ്സ് ഉണ്ടാകുമ്പോൾ തന്നെ വളരെയധികം നല്ലതാണ്. ഒരുപാട് രോഗികളുണ്ടോ ഇവിടെ? കിടപ്പുള്ളവരുണ്ടാവും, അല്ലാത്തവരും ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ കിടപ്പ് രോഗികളെ നിങ്ങളും സഹായിക്കലുണ്ടോ? ഞങ്ങളെ കൊണ്ട് സഹായിക്കാനൊന്നും പറ്റില്ല. സഹായിക്കാൻ ഇഷ്ടംപോലെ ആളുണ്ടല്ലോ, ജോലിക്കാരുണ്ട്. പിന്നെ സാറുമാരും നല്ലതാണ്. പിന്നെ നേഴ്സും അവിടുത്തെ സൂപ്രണ്ടൊക്കെ നല്ല തന്നെയാണ്. നല്ല ഐറ്റങ്ങളാണ്. ഇപ്പോഴത്തെ കമ്മിറ്റി പറഞ്ഞാൽ നല്ലതാണ്. സ്ഥാപനം 85 വർഷത്തോളം ആയിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ ആയിരിക്കും എനിക്ക് തോന്നുന്നത്. അന്ന് അനാഥമന്ദിരായിരുന്നു. ഇന്ന് വൃദ്ധസദനാണ്. പണ്ട് കുട്ടികളൊക്കെ ചെറിയ കുട്ടികളെയും ഒക്കെ നോക്കിയിരുന്ന സ്ഥലമായിരുന്നു. ഇപ്പം പ്രായമുള്ള അച്ഛനമ്മമാരാണ് കൂടുതലുള്ളത്. ഞങ്ങൾ ഏറ്റെടുത്തതിന് ശേഷം ഇപ്പം ഒരുപാട് സൗകര്യങ്ങൾ ഇതിൽ തന്നെ എല്ലാ മാറ്റങ്ങളും വരുത്തി. വെജിറ്റേറിയൻ എല്ലാ നോണും അവർക്ക് എല്ലാ സംവിധാനവും ഇഷ്ടപ്പെടുന്ന ഭക്ഷണങ്ങൾ ഒരു മെനു ഇല്ലാതെ ഓരോക്കെ ആഗ്രഹിക്കുന്ന മെനു വെച്ചുകൊണ്ട് തന്നെ ഭക്ഷണത്തിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതേപോലെ ചികിത്സാ സംവിധാനങ്ങൾ ഹോസ്പിറ്റലൈസ് ചെയ്യുകയാണെങ്കിൽ അതിനെ പാഠന വിടുകയും ആടെ നിൽക്കാനും എല്ലാ സൗകര്യവും ഒന്നും നോക്കാതെ എല്ലാം കഴിയുന്ന രീതിയിൽ സ്വന്തം അച്ഛനെ അമ്മയെ എങ്ങനെ നോക്കുന്നോ ആ രീതിയിൽ ഇപ്പോഴത്തെ കമ്മിറ്റി വളരെ ആത്മാർത്ഥമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ അവരുടെ ഭൗതിക സൗകര്യങ്ങൾ, ബാത്റൂം, അതേപോലെ പുതിയ കെട്ടിടത്തിന് പ്ലാന് പാസ്സായി, കിച്ചൺ, ആ സംവിധാനങ്ങളൊക്കെ വളരെ ഹൈജീനിക്കായിട്ട് പുതിയ സംവിധാനത്തോടുകൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആണുങ്ങൾക്കായിട്ടൊരു പുതിയ വാർഡുണ്ടാക്കി താമസിക്കാനുള്ള എല്ലാ സൗകര്യത്തോടും അങ്ങനെ രാഷ്ട്രീയമോ ജാതി മതമോ അങ്ങനെ സംവിധാനങ്ങളൊന്നും എല്ലാവരും. കാരണം പ്രായമായ ആളുകൾ എന്ന് പറയുമ്പോൾ, ഉപേക്ഷിക്കപ്പെട്ട ആളുകൾ എന്ന് പറയുമ്പോൾ പിന്നെ അതിൽ രാഷ്ട്രീയം കലർത്താനോ അതിൽ ജാതിയും മതമൊന്നും കൊണ്ടുവരുന്നതിൽ അർത്ഥമില്ല. അത് എല്ലാവരും മനുഷ്യരാണ്. അത് സ്ത്രീകളായാലും ആണ് പെണ്ണ് മനുഷ്യൻ മാത്രമേ ഞങ്ങളവിടെ കാണുള്ളൂ. അവരെ മാക്സിമം അവരെ ശുശ്രൂഷിക്കുക. അവർക്ക് നല്ല രീതിയിൽ മരിക്കുന്നത് വരെ നല്ല രീതിയിൽ മക്കളുടെ നിന്നൊക്കെ പോകുന്ന താമസിക്കുന്ന ആളുകളാണ് കൂടുതൽ. അല്ലെ മക്കൾ ഉപേക്ഷിക്കപ്പെട്ട ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ട് ഒരുപാട് ഒരു സ്ട്രെസ്സോട് കൂടി നിൽക്കുന്ന ആളുകളാണ്. വളരെ ഹാപ്പി ആയിട്ട്. കാരണം പല സംഘടനകൾ അവിടെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. പല ആളുകളും പല സ്കൂളുകൾ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടെ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമും ഒക്കെ ആയിട്ട് വളരെ ഹാപ്പി ആയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ. നിങ്ങൾക്ക് മുന്നിലൊരു വെല്ലുവിളിയായിട്ടുള്ള എന്താണ് ഇപ്പോൾ ഇതിൽ? വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ഒരു സംവിധാനം വരുന്നത്. ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഗ്രാൻഡ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. ആകുമ്പോൾ കുറേ കൂടി കാര്യങ്ങൾ ഞങ്ങൾക്ക് ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ ബിൽഡിങ്ങുകളൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ CSR ഫണ്ട് കിട്ടാനുള്ള സംവിധാനങ്ങളൊക്കെ നീക്കുന്നുണ്ട്.
ഞാൻ വെസ്റ്റ് ഹിൽ പോർ ഹോം സൊസൈറ്റിയുടെ വൈസ് പ്രസിഡൻ്റാണ്. ഞങ്ങൾക്ക് പുതിയ ഭാരവാഹികളായതിനു ശേഷം വളരെ നല്ല നിലയിലുള്ള പ്രവർത്തനമാണ് നടത്തി വരുന്നത്. ആകെ ഒരു മാറ്റം പോർ ഹോം സൊസൈറ്റിക്ക് വന്നിട്ടുണ്ട്. യഥാസമയം മീറ്റിംഗ് വിളിച്ച് മീറ്റിങ്ങിൽ എടുക്കുന്ന തീരുമാനം നടപ്പിലാക്കി ആർക്കും ഒരു വിഷമമില്ലാത്ത രൂപത്തിൽ മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് സെക്രട്ടറി ഏറെ താല്പര്യം എടുത്തുകൊണ്ട് ഈ സ്ഥാപനത്തെ ഉയർത്തിയെടുക്കാൻ പരിശ്രമിക്കുകയും അത് വിജയിപ്പിക്കുകയും ചെയ്യാം. ഈ സൊസൈറ്റിയിൽ ഞങ്ങൾ ചാർജ് എടുക്കുന്ന സമയത്ത്, ഞങ്ങൾ ഭാരവാഹികളായി എന്നുള്ള സമയത്ത് ഇതുവരെയുള്ള എന്ത് നോക്കിയാലും ഉയർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കഴിഞ്ഞ ഭരണസമിതി അധികാരത്തിൽ നിന്ന് പോകുന്ന സമയത്തുള്ള ആ പണമൊന്നും തന്നെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഒട്ടനവധി മാറ്റങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരു അനാഥ പ്രേതം മാതിരി ഉണ്ടായിരുന്ന ആ ഒരു ഏരിയ അവിടെ കെൻ ഗ്രൂപ്പിൻ്റെയും അതുപോലെ തന്നെ എ വി കുട്ടിമാളുടെയൊക്കെ രൂപം സ്ഥാപിച്ച് അവരാണ് ഈ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. അതൊക്കെ അതിമനോഹരമായിട്ട് നമ്മുടെ കെ രാഘവൻ MP ആണ് ഇത് കാണുന്നത് ചെയ്തത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം. അതുപോലെ തന്നെ ഇപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് നല്ല സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് നല്ല ഭക്ഷണം കൊടുക്കണം എന്നുള്ളതായിരിക്കുന്ന ഒരു തീരുമാനം ഞങ്ങളെ ഭാഗത്തുണ്ട്. കാരണം ആരും ഇല്ലാത്തായിരിക്കുന്ന ആളുകളെ അവിടെ വന്നാൽ അവർക്കൊരു ഞങ്ങൾ അനാഥ മന്ദിരത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളതായിരിക്കുന്ന തോന്നലുണ്ടാവും. എല്ലാവരും കുടുംബങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ്. യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും അവിടെ ഉണ്ടാകാൻ ഞങ്ങൾ സമ്മതിക്കും. ഇതൊക്കെ വളരെ താല്പര്യത്തോടുകൂടി ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രസിഡന്റും സെക്രട്ടറിയും ഞങ്ങളെല്ലാവരും ഒന്നിച്ചുള്ള തീരുമാനം, എക്സിക്യൂട്ടീവ് കമ്മിറ്റി എടുക്കുന്ന തീരുമാനമാണ് അത് യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രസ്ഥാനത്തെ നമ്മളുടെ ഒരു പ്രസ്ഥാനമാക്കി മാറ്റിക്കൊണ്ട് ഇവിടെ ഉണ്ടായിരിക്കുന്ന ആ പൂർവികന്മാർ പൂർവികന്മാർ ഉണ്ടാക്കിയിട്ടുള്ള ഈ പോർ ഹോം സൊസൈറ്റിയെ വലിയ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ട് അത് എല്ലാവർക്കും മാതൃകയായ ഒരു പ്രസ്ഥാനമാക്കി മാറ്റണമെന്നുള്ള ഒരു തീരുമാനമാണ് ഞങ്ങൾക്ക് എല്ലാവരും ഉള്ളത്. ഒരേ സമയം തന്നെ കുഷ്ഠരോഗികൾക്കുള്ള ഒരു ചികിത്സ കൊടുക്കുന്ന ഒരു സ്ഥലവും ചവായൂർ. അപ്പൊ ഇത് രണ്ടും കൂടെ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള സഹായങ്ങളോ അങ്ങനെ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെ അത് കൊണ്ടുപോകുന്ന എങ്ങനെയാണ്? ഇല്ല, രാഷ്ട്രീയപരമായിട്ട് യാതൊരു സഹായം കിട്ടുന്നില്ല. ഈ പോർ ഹോം സൊസൈറ്റിയോട് കാണിക്കുന്ന മനുഷ്യസ്നേഹികളായിട്ടുള്ള ഉദാരമതികളായിരിക്കുന്ന അവരുടെ സംഭാവനകളാണ് ഇതൊക്കെ തന്നെ കിട്ടുന്നത്. നമ്മൾ എന്ത് ആവശ്യപ്പെട്ടാൽ നോ എന്ന് ആരും പറയാറില്ല. വെഹിക്കിൾ ഞങ്ങൾക്ക് തരുന്നു. ഓരോരോ ആളുകളുടെ വക ഞങ്ങൾ വാങ്ങുന്നില്ല വെഹിക്കിളൊന്നും. ഡൊണേഷനായിട്ട് ഞങ്ങൾക്ക് വെഹിക്കിളൊക്കെ ഞങ്ങൾക്ക് കിട്ടാൻ പോകും. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ, താമസ സൗകര്യങ്ങളൊക്കെ നല്ല ഡെവലപ്മെൻറ്റ്സാണ് പുതിയ കമ്മിറ്റി ഇവർക്ക് ചെയ്തു കൊടുത്തത്. പുതിയൊരു കിച്ചൺ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ അവർക്ക് വേണ്ട ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നല്ല രീതിയിലാണ് നടന്നു പോകുന്നത്. നമുക്ക് അന്തേവാസി ഡൊണേഷൻ കിട്ടുന്നതനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വരുന്ന ഡോണേഴ്സൊക്കെ നല്ല രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നു പോകുന്നത്. നമുക്ക് 24 hours ഇവിടെ എപ്പോഴും നേഴ്സിൻ്റെ അത്യാവശ്യമാണ്. അതുകൊണ്ട് നമുക്കിവിടെ ഒരു നേഴ്സും ഉണ്ട് എപ്പോഴും എമർജൻസി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ. നമുക്കിത് പഴയ ബിൽഡിംഗ് ആണ്. ഒരുപാട് 1937 തുടങ്ങിയ സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സൗകര്യങ്ങളും വളരെ കുറവുള്ളതാണ്. അപ്പോൾ നമ്മൾ പുതിയ കമ്മിറ്റി വന്നതിന് ശേഷമാണ് നവീകരണ പ്രവർത്തനങ്ങൾ വളരെ ഊർജിതമായിട്ട് നടക്കാൻ തുടങ്ങിയത്. നമുക്ക് പഴയ അപ്പന്മാർ താമസിക്കുന്ന ബിൽഡിംഗ് റിനോവേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ നമ്മളെ സ്ഥാപനത്തിൻ്റെ സ്ഥാപകരായ കുട്ടിമാളമ്മ, കുറുപ്പച്ച എന്നിവർക്ക് വേണ്ടി ഒരു മണ്ഡപം തന്നെ ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്ന് ആളുകൾ വരുന്ന സമയത്ത് സ്ഥാപനത്തെക്കുറിച്ചുള്ള
കാര്യങ്ങൾ അറിയാനും നമുക്ക് പറഞ്ഞു കൊടുക്കാനും വളരെ കുട്ടികൾക്കെല്ലാം പഠിക്കുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ എളുപ്പമായി. പിന്നെ നമ്മൾ ലൈബ്രറി കുമാരനാശൻ്റെ പേരൊരു ലൈബ്രറി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് അന്തേവാസികൾക്ക് അവരുടെ മാനസികമായിട്ടുള്ള ഉല്ലാസത്തിനൊക്കെ വളരെ പ്രയോജനപ്പെടുന്ന രീതിയിലാണ്. പിന്നെ പിന്നെ നമ്മൾ പുതിയൊരു കിച്ചൺ ഡൈനിങ് ഹാള് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അന്തേവാസികൾക്ക് അതായത് 24 മണിക്കൂർ ഇവരെ കൂടെ നിൽക്കുന്ന എന്താ പറയുക പ്രായമായ അമ്മമാരെ 24 മണിക്കൂർ കൂടെ നിൽക്കുന്ന ജീവനക്കാരാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഏകദേശം 15ഓളം ജീവനക്കാർ നമുക്ക് ഇവിടെ ഉണ്ട്. കൂടുതൽ സ്ത്രീകളായതുകൊണ്ട് കൂടുതലും സ്ത്രീകളാണ് ജീവനക്കാരായിട്ടുള്ളത്. പുരുഷന്മാരെ നോക്കാൻ പുരുഷന്മാരായ ജീവനക്കാരുണ്ട്.